തലശ്ശേരി പ്രസ് ഫോറവും പത്രാധിപർ ഇ.കെ. നായനാർ സ്മാരക ലൈബ്രറിയും സംയുക്തമായി തലശ്ശേരി താലൂക്കിലെയും മാഹിയിലെയും മാധ്യമ പ്രവർത്തകർക്കായി ശില്പശാല സംഘടിപ്പിച്ചു. തലശ്ശേരി ASP ഡോക്ടർ എം നന്ദഗോപൻ IPS ശില്പശാല ഉദ്ഘാടനം ചെയ്തു. പോലീസ് ഉൾപ്പെട്ട ഒരു സംഭവം ഉണ്ടായി, പബ്ലിക് ഇൻവോൾവ് ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടായി, കുട്ടികൾ ഇൻവോൾവ് ആയി വിചാരിക്കാം. ആ സംഭവത്തിന്റെ നരേറ്റീവ് സെറ്റ് ചെയ്യാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഒരു മാധ്യമപ്രവർത്തകനും വേണ്ട. അവിടെ ഫോണിന്റെ ക്യാമറയുമായി അത്യാവശ്യം റീച്ചുള്ള 1-2 ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് ഉള്ള 3-4 പേര് മതി. അവർ വിചാരിച്ചാൽ അത് വേണ്ട രീതിയിൽ കട്ട് ചെയ്ത് നിങ്ങളുടെ അൽഗോരിതം അതാണ് ഞാൻ പറഞ്ഞത്, നിർമ്മിത ബുദ്ധി ആ അൽഗോരിതത്തിനനുസരിച്ച് വേണ്ട രീതിയിൽ അത് എല്ലായിടത്തോട്ടേക്ക്. ഇപ്പോൾ ഒരു ഉദാഹരണം എനിക്ക് പറയുന്നത്, കഴിഞ്ഞ ദിവസം കാസർഗോഡ് ഒരു സ്കൂളിലെ കാറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയമുണ്ടായി. ഇതിന്റെ സത്യാവസ്ഥ എന്തെന്ന് എനിക്കും അറിയില്ല, ഇവിടെ ഇരിക്കുന്ന ആർക്കും അറിയില്ല. സ്കൂൾ കുട്ടികളും ഈ വണ്ടി ഇഷ്ടപ്പെടുന്നവർ, മോഡിഫിക്കേഷൻ ചെയ്യുന്നവർ, അങ്ങനെയുള്ള കുറെ ടീമുകൾ അത് അവരുടെ ഭാഗം മാത്രം കാണിക്കുന്നു. അതേസമയം പോലീസ് അത് എഡിറ്റ് ചെയ്ത് പോലീസിന്റെ ഭാഗം മാത്രം കാണിക്കുന്നു. പോലീസിനെ ഇഷ്ടപ്പെടുന്നവര് പോലീസിന്റെ ഭാഗം മാത്രം കാണുന്നു, ഇത് ഇഷ്ടപ്പെടുന്നവർ ആ ഭാഗം മാത്രം കാണുന്നു. ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് നമുക്കറിയില്ല. പണ്ടിങ്ങനെ അല്ലായിരുന്നു. ഞാൻ ചെറുപ്പം മുതലേ പത്രം വായിക്കുന്ന ഒരു ആവറേജ് മലയാളം, രാവിലെ പത്രം കണ്ടില്ലെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടാണ്. ഇപ്പോഴും അത് അങ്ങനെ തന്നെയാണ്. പത്രം രാവിലെ തുറന്ന് അതിലെ കാര്യങ്ങൾ വായിക്കുക എന്നുള്ളത് ഇപ്പോഴും എൻ്റെ ഒരു ചിട്ട തന്നെയാണ്. എല്ലാ കോണിൽ നിന്നുമുള്ള വീക്ഷണം അങ്ങനെ പത്രം വായിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങൾക്കും ഒരു പരിധി വരെ എനിക്കും ലഭിച്ചിരുന്നു. ഒരു എഡിറ്റോറിയൽ വായിക്കുകയോ അല്ലെങ്കിൽ ഒരു അകത്തെ ഫീച്ചർ വായിക്കുകയോ മറ്റോ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവ് ആണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുക. നിർമ്മിത ബുദ്ധികാലത്തെ മാധ്യമ പ്രവർത്തനം എന്ന പ്രധാന വിഷയത്തിലാണ് ശില്പശാല സംഘടിപ്പിച്ചത്. തലശ്ശേരി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ അസോസിയേറ്റ് പ്രൊഫസറായ ഡോക്ടർ T.K. മുനീർ ചടങ്ങിൽ വിഷയാവതരണം നടത്തി. ചീഫ് മിനിസ്റ്ററോ പ്രൈം മിനിസ്റ്ററോ ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്നു. നമുക്ക് എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റും? നമ്മൾ അദ്ദേഹത്തിൽ നിന്ന് എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്? നമ്മൾ പൊതുവെ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ട് പോലെ ദിനേശേട്ടാ, അതിന് ദിനേശേട്ടൻ ചില സമയത്ത് ഒരാഴ്ച ആലോചിക്കണം അല്ലേ, എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കണം, അത് പൊളിറ്റിക്കൽ ആയിട്ടുള്ള ആംഗിളിൽ എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കണം, മറ്റേ ഇക്കണോമിക് ആംഗിളിൽ എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കണം. നമ്മൾ എന്തൊക്കെയാണ് ചോദിക്കുന്നത്, ആ ഒരു പ്രോംപ്റ്റ് മാത്രം ആർക്ക് കൊടുത്താൽ മതി, AI കൊടുത്താൽ മതി, അല്ലെങ്കിൽ ChatGPT കൊടുത്താൽ മതി, നമുക്ക് ആയിരക്കണക്കിന് എന്താണ് സജഷൻസ് വരും. തലശ്ശേരി പ്രസ് ഫോറം ഹാളിൽ നടന്ന പരിപാടിയിൽ പ്രസ് ഫോറം പ്രസിഡന്റ് നവാസ് മേത്തർ അധ്യക്ഷത വഹിച്ചു. മാധ്യമരംഗത്തെ പുതിയ സാങ്കേതിക മുന്നേറ്റങ്ങളെയും വെല്ലുവിളികളെയും കുറിച്ചുള്ള ചർച്ചകൾക്ക് വേദിയായ ശില്പശാലയിൽ നിരവധി പേർ പങ്കെടുത്തു. പത്രാധിപർ ഇ.കെ. നായനാർ സ്മാരക ലൈബ്രറി സെക്രട്ടറി P. ദിനേശൻ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ പ്രസ് ഫോറം സെക്രട്ടറി N. സിറാജുദ്ദീൻ നന്ദി പറഞ്ഞു.